ബാംഗ്ലൂർ വന്നിട്ട് പരിചയപ്പെട്ട വളരെ നല്ലൊരു ബജിയായിരുന്നു ഫുൾ ക്യാപ്സിക്കം വെച്ചിട്ടുള്ള ബജി. ഇത് ഇഷ്ടം പോലെ റോഡ് സൈഡിലൊക്കെ എപ്പോഴും കാണുന്ന ഒന്നാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ ഫില്ലിംഗ് ആണ്. ക്യാരറ്റും സവാള ചെറുതായി കട്ട് ചെയ്തതും പിന്നെ മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ചേർക്കുന്നത് ചെറുനാരങ്ങയുടെ നീരുമാണ്. ഇൻഗ്രീഡിയൻസ് കുറവാണെങ്കിലും പച്ചക്കാണെങ്കിലും ഈ ഒരു ചേരുവയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഈ ഒരു ഫില്ലിംഗ് ആ ബജിയുടെ ഉള്ളിലായതുകൊണ്ടായിരിക്കാം. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. അത് കഴിഞ്ഞിട്ട് ചാറ്റ് മസാല ആവശ്യത്തിന് ചേർത്തതിന് ശേഷം പിന്നെ നമ്മുടെ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലേ ആ സവാളയുടെയും ചെറുനാരങ്ങയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് വരുള്ളൂ. മല്ലിയിലേക്ക് എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴയ്ക്കുക, ഒരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം ഇതിനെ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരുത്തണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ബജി തയ്യാറാക്കി എടുക്കേണ്ടത്. ഈ ഫില്ലിംഗ് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഇതാ ബജിയുടെ ഉള്ളിൽ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ്. ഒരു ക്യാപ്സിക്കം ബജിയും ഒരു ചായ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയും. അത്രയും ടേസ്റ്റിയും അത്രയും നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു ബജിയാണ്. ഇതിൽ വേറെ വേവിക്കുന്നൊന്നുമില്ല, വെജിറ്റബിൾസൊക്കെ റോ ആയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ബജി ഉണ്ടാക്കിയാലോ. ബജി ഉണ്ടാക്കാനായിട്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ മുഴുവനായിട്ടുള്ള ക്യാപ്സിക്കമാണ്. ഇതൊന്ന് വാഷ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടിയും കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട്. കളറും വേണമല്ലോ, അപ്പോൾ അതിനായിട്ട് കാശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. സാധാരണ ബജി ഉണ്ടാക്കുന്ന പോലെ തന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. സാധാരണ ബജിയുടെ പോലെയല്ല, കുറച്ചുകൂടെ കട്ടി വേണം. ക്യാപ്സിക്കം ഫുള്ളായിട്ട് മുങ്ങണം. അപ്പോൾ അതിനായിട്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇതും വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ബാറ്റർ ഇതായി ഈ ഒരു ഫോമിലായി കിട്ടണം. ഇനി നമ്മുടെ ഫുൾ ക്യാപ്സിക്കം ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മുക്കി ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കുക. വൈകുന്നേരങ്ങളൊക്കെ പുറത്ത് പോകുമ്പോഴേ ഇതുപോലൊരു ക്യാപ്സിക്കം ബജിയും ഒരു ചായയും മതി. നല്ല രസമാണ്. നല്ല ചൂടോടെ അവരിതുപോലെ ഉണ്ടാക്കി അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് എന്ത് രസമാണെന്നറിയോ കഴിക്കാൻ. ക്യാപ്സിക്കം ആയതുകൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല, ഈ ബജിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ക്യാപ്സിക്കം കഴിക്കാത്തവരും കൂടെ ഈ ബജി കഴിക്കും കേട്ടോ. പിന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വറുക്കാൻ ശ്രമിക്കുക. ഉള്ളിലെ ക്യാപ്സിക്കം കൂടെ വെന്ത് കിട്ടണം. അപ്പോൾ ബജി നല്ല കണ്ടില്ലേ, ക്യാപ്സിക്കം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇത് ഞാനിപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ അവർ തരുന്നതെന്ന് വെച്ചാൽ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മിഡിലായിട്ട് ഇത് ഫുൾ ഫില്ല് ചെയ്ത് തരും. നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് ഇതിങ്ങനെ വീണ്ടും ക്ലോസ് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു പ്ലേറ്റിൽ വെച്ചിട്ട് തരുന്നത്. അപ്പോൾ അതുപോലെ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിനി ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഏകദേശം 10-20 മിനിറ്റോളം ആ ഒരു ഫില്ലിങ് റെഡിയായിരിക്കുന്നുണ്ട്. അതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കും. ചെറുനാരങ്ങയുടെയും ചാറ്റ് മസാലയുടെ ഒക്കെ നല്ല വാസനയാണ്. ഒപ്പം തന്നെ ആ ഒരു മല്ലിയിലൊക്കെ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ 2ആയിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എടുക്കുക, കഴിക്കുക, ഒരു ചൂട് ചായയും കൂടെ കുടിക്കുക. കർണാടകയിൽ വന്നിട്ട് കിട്ടിയൊരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഒരൊറ്റൊരെണ്ണം മതി. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയും. അത് മാത്രമല്ല ക്യാപ്സിക്കം വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും പച്ചക്കാണ് ചേർക്കുന്നത് എന്നുള്ളൊരു ഗുണം കൂടെയുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടൊരു ബജിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം ബജി, ഫുൾ ക്യാപ്സിക്കം ബജി.